പനമരത്തിലെ കാക്ക തെന്നാലിരാമൻ കഥ. തെന്നാലിരാമൻ പ്രശസ്തനാകുന്നതിനു മുമ്പ് നടന്ന കഥയാണിത്. ഒരിക്കൽ തെന്നാലിയിൽ കൊടും വരൾച്ച അനുഭവപ്പെട്ടു. മഴയില്ലാതെ കുളങ്ങളും കിണറുകളുമെല്ലാം വറ്റി വരണ്ടു. വെള്ളമില്ലാതെ ജനം വലഞ്ഞു. ആകെ ദുരിതത്തിലായ അവർ മഴയ്ക്കുവേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സന്യാസി തെന്നാലിയിലെത്തി. അത്ഭുതകരമെന്ന് പറയട്ടെ, സന്യാസി എത്തിയ ദിവസം തന്നെ തെന്നാലിയിൽ മഴയും വന്നെത്തി. നല്ല ഇടിയും മിന്നലും ഒക്കെയായി. ഒരു പേമാരി തന്നെ. ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്യാസിയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ടാണ് മഴ പെയ്തതെന്ന് ആരോ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി നാട്ടുകാരെല്ലാം അത് ഏറ്റെടുത്തു. സന്യാസി ഒരു ആലിൻ ചുവട്ടിലാണ് ഇരുന്നത്. അവർ ഭക്തിയോടെ സന്യാസിയുടെ കാൽക്കൽ കുമ്പിട്ടു. അദ്ദേഹത്തെ ഭക്ത്യാന്തരപൂർവ്വം വണങ്ങാൻ തുടങ്ങി. രാമൻ മാത്രം ഈ വക ഭക്തിയൊന്നും കാണിച്ചില്ല. അതോടെ നാട്ടുകാരെല്ലാം രാമനെ പുച്ഛിക്കാൻ തുടങ്ങി. ഗുരുത്വമില്ലാത്തവൻ, ഇത്ര ദിവ്യനായ ഒരു സന്യാസിയെ ആദരിക്കാൻ പോലും തയ്യാറല്ലാത്തവൻ, ഇവനൊക്കെ നാടിന് തന്നെ അപമാനമാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തി. രാമനാകട്ടെ ഇതൊന്നും ചെവികൊള്ളാതെ നേരെ സന്യാസിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, "അല്ലയോ സന്യാസി വര്യ, പനമരത്തിലെ കാക്ക എങ്ങനെയുണ്ട്?" ആളുകൾ ആ ചോദ്യം കേട്ട് അമ്പരന്നു പോയി. ഇത്രയും ദിവ്യനായ ഒരു സന്യാസിയോട് എത്ര പുച്ഛത്തോടെയാണ് രാമൻ ഇങ്ങനെയൊരു വിഡ്ഢിച്ചോദ്യം ഉന്നയിക്കുന്നത്. രാമന്റെ ചോദ്യം കേട്ട് സന്യാസി പുഞ്ചിരിച്ചു. അദ്ദേഹം അവനെ നോക്കി തല കുലുക്കി കൊണ്ട് പറഞ്ഞു, "അതെ അതെ, പനമരത്തിലെ കാക്ക തന്നെ." ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടു നിൽക്കുന്ന ജനത്തെ നോക്കി രാമൻ പറഞ്ഞു, "പണ്ടൊരു കാക്ക പറന്നു തളർന്ന് ഒരു പനമരത്തിൽ ചെന്നിരുന്നു. ആ നിമിഷം തന്നെ ഒരു പനങ്കായ് താഴെ വീണു. പനയുടെ ചുവട്ടിൽ കുറെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. ഇത് കണ്ട് അവർ ഉറപ്പിച്ച് പനങ്കായ് വീഴാൻ കാരണം ആ കാക്കയാണെന്ന്. വെറും അന്ധവിശ്വാസമല്ലാതെ മറ്റെന്ത്?" ജനങ്ങൾക്ക് രാമൻ പറഞ്ഞത് വ്യക്തമായില്ല. അവർ അവനെ കൂടുതൽ പുച്ഛിച്ചതേയുള്ളൂ. പക്ഷേ വിജ്ഞാനിയായ സന്യാസി രാമനെ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, "മകനേ, നീ വളരെ ബുദ്ധിമാനാണ്. തീർച്ചയായും നീയൊരു വലിയ ആളാകും." തെന്നാലിരാമന്റെ പൂച്ച. ഒരിക്കൽ എലികളുടെ ശല്യം കൊണ്ട് വലഞ്ഞ തെന്നാലിരാമൻ ഒരു പൂച്ചയെ വാങ്ങി വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ രാമൻ ഒരു മിടുക്കൻ പൂച്ചയെ കണ്ടെത്തി. പൂച്ച എത്തിയതോടെ വീട്ടിലെ എലിശല്യം അവസാനിച്ച് രാമൻ സന്തോഷവാനായി. എന്നാൽ പുതിയൊരു പ്രശ്നം തുടങ്ങി. വേറൊന്നുമല്ല, എലികൾ ഉണ്ടായിരുന്നപ്പോൾ പൂച്ചയ്ക്ക് ഭക്ഷണത്തിന് ഒട്ടും മുട്ടുണ്ടായിരുന്നില്ല. എലികൾ തീർന്നതോടെ കാര്യം കുഴപ്പമായി. പൂച്ചയ്ക്ക് വിശപ്പ് തീരാതെയായി. അവൻ അടുത്തുള്ള വീടുകളിലേക്ക് ഭക്ഷണം തേടി നടപ്പായി. രാമന്റെ തൊട്ടടുത്ത് ഒരു പ്രഭു താമസിച്ചിരുന്നു. പൂച്ച അവിടെയും എത്തി. പ്രഭു ഓമനിച്ച് വളർത്തിയിരുന്ന കിളിയിലായിരുന്നു പൂച്ചയുടെ കണ്ണ്. അതിനെ പിടിച്ച് തിന്നാനായി പൂച്ചയുടെ ശ്രമം. കുറച്ച് ദിവസത്തെ ശ്രമഫലമായി ഒടുക്കം പൂച്ച കാര്യം സാധിച്ചു. അവൻ ആ കിളിയെ പിടിച്ച് ശാപ്പിട്ടു. പ്രഭുവിക്ക് ദേഷ്യവും സങ്കടവും അടക്കാനായില്ല. അവർ പ്രഭുവിനോട് ആ പൂച്ചയെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ എന്ന് തീർത്തു പറഞ്ഞു. ഒടുവിൽ പ്രഭു പൂച്ചയെ പിടികൂടി. പൂച്ചയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ തെന്നാലിരാമൻ അതിനെ കൊല്ലാതെ വിടണമെന്ന് പ്രഭുവിനോട് അഭ്യർത്ഥിച്ചു. "ഈ പൂച്ച എനിക്ക് വളരെയധികം ഉപകാരമുള്ളതാണ്. അത് നന്നായി എലിയെ പിടിച്ച് കൊല്ലും. നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനെ കൊല്ലാതെ വിടണം." "പിന്നെ എലിയെ കൊല്ലാൻ ഈ കള്ളപ്പൂച്ചയെ ഞാൻ വെറുതെ വിടണമല്ലേ?" "അത് നടക്കില്ല സുഹൃത്തേ. പൂച്ചയൊന്നുമില്ലാതെ എലിയെ പിടിക്കാൻ എനിക്കറിയാം. വേണമെങ്കിൽ എനിക്കും ഞാൻ പഠിപ്പിച്ചു തരാം." പ്രഭു രാമനെ പരിഹസിച്ചു. എന്നു മാത്രമല്ല, ആ പൂച്ചയെ അയാൾ തല്ലി കൊന്നുകളഞ്ഞു. രാമന് വളരെയധികം വിഷമമായി. ദുഷ്ടനായ പ്രഭുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ രാമൻ ഉറപ്പിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം പ്രഭുവിന് ഒരു സമ്മാനപ്പെട്ടി കിട്ടി. ഏതെങ്കിലും സുഹൃത്തുക്കൾ അയച്ചതായിരിക്കും എന്ന് കരുതി പ്രഭുവും പ്രതിയും അത്യാവശ്യത്തോടെ പെട്ടി തുറന്നു. പെട്ടി തുറന്നതും അതിനുള്ളിൽ നിന്നും കുറേ എലികൾ പുറത്തു ചാടി. നിമിഷങ്ങൾക്കകം വീട് എലികളെ കൊണ്ട് നിറഞ്ഞു. വീട് മുഴുവൻ എലികൾ പരക്കം പായാൻ തുടങ്ങി. പ്രഭുവും പ്രഭുതിയും ഭയന്നു പോയി. "ഇതാരാണ് താങ്കളോട് ഈ ചതി ചെയ്തത്?" എന്നറിയാൻ പ്രഭു പെട്ടിയിലേക്ക് നോക്കി. അതിനുള്ളിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. "ബഹുമാന്യ സുഹൃത്തേ, താങ്കൾക്ക് പൂച്ചയിലായ എലിയെ പിടിക്കാൻ വിദ്യാവശമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വിദ്യ പരീക്ഷിക്കാനും പിന്നെ അന്ന് പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിക്കാനും ഒരു അവസരമാണ് ഞാൻ താങ്കൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. പരീക്ഷിച്ച് വിജയിച്ച ശേഷം എന്നെയും പഠിപ്പിക്കുമല്ലോ."